ഈ വരുന്ന ജെഇ എക്സാമിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്നവരാണോ നിങ്ങൾ? ജെഇ ഫേസ് 1 എക്സാമിന് നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിരുന്ന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇന്റൻസീവായി പഠിച്ച ആളുകളാണ് എങ്കിൽ നിങ്ങൾക്ക് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൂടെ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇനി കുറച്ച് ആളുകളാണെങ്കിൽ ഐസറിന് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കോച്ചിങ് ഇതുവരെ ഇല്ലാത്തത് കൊണ്ട് മാത്രം ജെഇക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്നവരുമുണ്ട്. നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ജെഇക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനും കൂടെ വേണ്ടി പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ടാക്കേണ്ടത് എന്നാണ്. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ജെഇക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ് ഈ കോച്ചിങ് കൊണ്ട്, അതായത് നിങ്ങളുടെ ജെഇ മെയിൻസിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് കൊണ്ട് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നത്. ബയോളജി ഒന്നും തന്നെ പഠിക്കാതെ 3 സബ്ജക്റ്റ് മാത്രം പഠിച്ചുകൊണ്ട് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? ഇനി ബയോളജിയിലെ തന്നെ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കേണ്ടതായിട്ടുണ്ടോ? ഇതുപോലെയുള്ള എല്ലാ സംശയങ്ങൾക്കും നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്ത് ഉത്തരം കാണുന്നതായിരിക്കും. ജെഇക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കുട്ടി എന്ത് സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് ഐസറിനും കൂടെ വേണ്ടി തയ്യാറെടുക്കേണ്ടത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഒരു പാറ്റേൺ ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഈ 4 സബ്ജക്റ്റുകളിൽ നിന്നും 15 ചോദ്യങ്ങളാണ് ഈ എക്സാമിനുള്ളത്. ഒരു ചോദ്യത്തിന് 4 മാർക്കും ഉത്തരം തെറ്റാണെങ്കിൽ -1 മാർക്കാണ് ഉണ്ടാവുക. ഈ എക്സാമിന്റെ ഒരു പ്രത്യേകത, ഇവിടെ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് മാർക്ക് ഇല്ല. അതായത് ഓരോ സബ്ജക്റ്റിനും ഇൻഡിവിജ്വലായി നമ്മൾ പാസ് ആവണം എന്നുള്ളത് നിർബന്ധമല്ല. ബയോളജി ഒട്ടും എഴുതാതെയും അതുപോലെ തന്നെ മാത്സ് ഒരു ചോദ്യം പോലും ആൻസർ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ടെക്നിക്കലി ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യം മാത്രമാണ്. ഇനി അതിന്റെ റിയാലിറ്റിയും കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ പരീക്ഷ 240 മാർക്കിലാണുള്ളത്. ഇതുവരെ കഴിഞ്ഞ വർഷങ്ങളിലെ ഒരു പാറ്റേൺ അനുസരിച്ച് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ട ഒരു മിനിമം മാർക്ക് എന്ന് പറയുന്നത് ഒരു 130 മാർക്കാണ്. ഞാൻ ഈ പറയുന്ന മാർക്കും ഇനി പറയാൻ പോകുന്ന നമ്പേഴ്സും എല്ലാം നമ്മളുടെ ഒരു ഐസർ കമ്മ്യൂണിറ്റിയിലും നമ്മളുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും വെച്ചുള്ള കാര്യങ്ങളാണ്. ഇതൊരിക്കലും പബ്ലിക് ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റ ഒന്നുമല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 130 മാർക്ക് എങ്ങനെ വേണമെങ്കിലും സ്കോർ ചെയ്യാം. പൊതുവെ സബ്ജക്റ്റുകളുടെ ഒരു ഡിഫിക്കൽറ്റി ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ കെമിസ്ട്രിയിൽ നിന്നൊക്കെ വരുന്ന ഒരു 15 ചോദ്യത്തിൽ നിന്ന് ഏകദേശം 12 ചോദ്യമൊക്കെ നല്ല രീതിയിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തൊരു സ്റ്റുഡൻറ്റിന് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ബയോളജിയിൽ ഏകദേശം 12-13 ചോദ്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത ഏതൊരു സ്റ്റുഡൻറ്റിനും ഉത്തരം എഴുതാൻ സാധിക്കും. അപ്പോൾ ബയോളജിയിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും തന്നെ നമുക്കൊരു 96 അല്ലെങ്കിൽ ഒരു 100 മാർക്കൊക്കെ വാങ്ങിയെടുക്കുക എന്ന് പറയുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് വേണ്ടത് 30 മാർക്ക് കൂടിയാണ് അല്ലെ. അതിനുവേണ്ടി 2 സബ്ജക്റ്റുകളാണ് ഇനി ബാക്കിയുള്ളത്, ഫിസിക്സും മാത്സും. അതിൽ നിന്നും കൂടെ 30 മാർക്ക് മതി. ആ 30 മാർക്കിന് വേണ്ടി നമ്മൾ ഒരു 8 ചോദ്യം കൂടെ ശരിയാക്കി എടുത്താൽ മതി. ഫിസിക്സിൽ നിന്നും മാത്സിൽ നിന്നും കമ്പൈൻഡ് ആയിട്ട് 8 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള ഒരു കാര്യമല്ല. മാത്സിന്റെയും ഫിസിക്സിന്റെയും ഒരു ക്വസ്റ്റ്യൻ ലെവൽ നോക്കുകയാണെങ്കിൽ ഫിസിക്സിൽ നിന്നും വരുന്ന ഏകദേശം പകുതിയോളം ക്വസ്റ്റ്യൻസ് വളരെയധികം കോൺസെപ്ച്വലി ചലഞ്ചിങ് ആയിട്ടുള്ള, ഉത്തരത്തിലേക്ക് ഒരു സാധാരണ കുട്ടിക്ക് എത്താൻ പറ്റാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡിഫിക്കൽറ്റി ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ ജെഇ മെയിൻസിന്റെ പോലെ ഒരു ഡിഫിക്കൽറ്റി ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും കുറച്ചധികം കോൺസെപ്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഫിസിക്സിൽ നിന്നും വരുന്നത്. ഇനി മാത്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഒരു 6-7 ചോദ്യങ്ങൾ ആവറേജ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യമാണ് ഉണ്ടാവുക. അത് നല്ല രീതിയിൽ മാത്സ് പ്രിപ്പയർ ചെയ്ത ഒരു സ്റ്റുഡൻറ്റിന് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഏകദേശം പകുതി ചോദ്യങ്ങൾ കോൺസെപ്ച്വലി നല്ല റിച്ച് ആയിട്ടുള്ള അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. അത് അത്ര പെട്ടെന്ന് ഒരു സ്റ്റുഡൻറ്റിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാണ്. ഇനി ഞാൻ ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന പ്രിപ്പറേഷൻ സ്റ്റേജിലേക്ക് വരാം. നിങ്ങൾ ഒരു ജെഇ റിപ്പീറ്റർ ആണ് എങ്കിൽ ജെഇ മെയിൻസ് ഫേസ് 1 വേണ്ടി ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള കട്ട് ഓഫ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബയോളജി ഇല്ലാതെയും പരീക്ഷയൊക്കെ എഴുതാം. അങ്ങനെയും ആളുകൾ എക്സാം ക്വാളിഫൈ ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ നമ്പേഴ്സിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നമ്മൾക്ക് വേണ്ട 130 മാർക്ക് ഉണ്ടാക്കാൻ എളുപ്പം കെമിസ്ട്രിയിൽ നിന്നും ബയോളജിയിൽ നിന്നുമാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. മാത്സിൽ നിന്നും ഫിസിക്സിൽ നിന്നും മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ബയോളജി പരിപൂർണമായിട്ട് സ്കിപ്പ് ചെയ്തുകൊണ്ട് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാൻ പോകരുത് എന്നാണ്. ഇനി ഞാൻ പറയുന്നത്
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഐസറിന് വേണ്ടി ഒരു സ്പെഷ്യൽ കോച്ചിങ്ങിനോ അല്ലെങ്കിൽ ഒരു വർഷം സമയമോ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ടോ എന്നാണ്. സിലബസ് വെച്ച് നോക്കുകയാണ് എങ്കിൽ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ 75% സിലബസും നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. ബാക്കിയുള്ള 25% ബയോളജി. ആ ബയോളജി നമുക്ക് എങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും? ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടി ചോദിക്കുന്ന ബയോളജി കോൺസെപ്ച്വലി ഭയങ്കര ബെസ്റ്റ് ആയിട്ടുള്ള ലോജിക്ക് അപ്ലൈ ചെയ്യേണ്ട രീതിയിലുള്ള റീസെന്റ് സയൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ നിങ്ങൾക്ക് ഇവിടെ 3 ക്വസ്റ്റ്യൻസ് കാണിക്കാം. അപ്പോൾ സാധാരണ ഒരു ബയോളജി ലെവൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ചോദ്യം ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ്. അതായത് ലോജിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, കോൺസെപ്ച്വലി റിച്ച് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ കൊടുക്കുന്നുണ്ട്, റീസെന്റ് ആയിട്ടുള്ള സയൻസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വന്നതും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ട്രൈ ആൻസറിങ് ഇറ്റ് ആൻഡ് നിങ്ങൾ തന്നെ ഒരു കാര്യം ബോധ്യപ്പെടുക, ഇത് നീറ്റിന്റെ പോലത്തെ ഒരു ടിപ്പിക്കൽ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണോ എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് സ്വന്തം അനലൈസ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഈ ചോദ്യങ്ങൾ ഒരിക്കലും നീറ്റിന് ചോദിക്കുന്നത് പോലെ നമ്മൾ ഒരുപാട് ഫാക്റ്റുകൾ പഠിച്ച് ഓർമ്മശക്തി ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കില്ല ഉണ്ടാവുക. അതും ആകെ 15 ചോദ്യങ്ങളാണ് ഒരു വർഷം ബയോളജിയിൽ നിന്നും വരുള്ളൂ. അപ്പോൾ 32 ബയോളജി ചാപ്റ്റേഴ്സിൽ നിന്ന് 15 ചോദ്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നില്ല എന്നല്ലേ അർത്ഥം. അതുപോലെ തന്നെ ബയോളജിയിലെ ചില ചാപ്റ്റേഴ്സുകളിലാണെങ്കിൽ എല്ലാ വർഷവും 1ഓ 2ഓ ചോദ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ 3 സബ്ജക്റ്റുകളിലും തിയറി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജെഇ മെയിൻസിന്റെ തിയറിയും ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ തിയറിയും ഒരുപോലെയാണ്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിലെ തിയറി ഇനി അധികം പഠിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക. ഐസറിന്റെ മുന്നേ വന്ന, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അതേ ലെവലിലുള്ള ടെസ്റ്റുകൾ എഴുതി നോക്കുക എന്നുള്ളതാണ്. കാരണം ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ചോദ്യങ്ങളുടെ പാറ്റേൺ ആണ് ജെഇ മെയിൻസിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ളത്. അതിന്റെ കൂടെ ബയോളജിയുടെ തിയറിയും ഒരുപാട് ക്വസ്റ്റ്യൻസും ചെയ്യാൻ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഒരിക്കലും ഒരു വർഷം കംപ്ലീറ്റ്ലി സ്പെൻഡ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള പ്രിപ്പറേഷനിലേക്ക് ബയോളജി കൂടെ സ്മാർട്ടായിട്ട് ആഡ് ചെയ്താൽ മാത്രം മതി. പക്ഷേ ജെഇക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത പല സ്റ്റുഡൻസിനും ബയോളജിയോട് ഒരു പേടിയാണ് അല്ലേ. ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ബയോളജി ഇതുവരെ പഠിച്ചിട്ടേ ഇല്ല, ബയോളജിയിൽ ഒരുപാട് കാര്യങ്ങൾ കാണാതെ പഠിക്കാനുള്ളതാണ്, അങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകൾ കൊണ്ട് ഉണ്ടാവുന്ന ഒരു പേടി കൂടെയാണിത്. ഞാൻ 2017 മുതൽ കഴിഞ്ഞ വർഷം 2025 വരെയുള്ള എല്ലാ ബയോളജി ക്വസ്റ്റ്യൻസും അനലൈസ് ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം, ജെനറ്റിക്സ്, എവല്യൂഷൻ, സെല്ലുലാർ റെസ്പിറേഷൻ, ഫോട്ടോസിന്തസിസ്, സെല്ല് തുടങ്ങിയ ഒരു സ്റ്റുഡൻറ്റിന്റെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളിൽ നിന്നാണ് ചോദ്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഒരുപാട് കാണാതെ പഠിക്കേണ്ട രീതിയിലുള്ള ചാപ്റ്റേഴ്സിൽ നിന്നൊന്നും ഒട്ടും ചോദ്യം വരാറുമില്ല. അതുകൊണ്ട് നിങ്ങളൊരു നീറ്റ് പോലെയുള്ള ബയോളജിയാണ് ഈ എക്സാമിന് വരിക എന്ന് വിചാരിച്ചിട്ട് ബയോളജി കംപ്ലീറ്റ് സ്കിപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു മണ്ടത്തരം ചെയ്യരുത്. ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണ് എങ്കിൽ, ഒരു ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കി പഠിച്ചു പോരുകയാണ് എങ്കിൽ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്കുകളിൽ നിന്ന് കൃത്യമായി നമുക്ക് കവർ ചെയ്തു പോകാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 12 ക്വസ്റ്റ്യൻസ് ഒക്കെ ബയോളജിയിൽ നിന്നും അടിപൊളിയായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീക്ക്ലി ഷെഡ്യൂൾ എങ്ങനെയായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയാം. ജനുവരിയിലാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഏകദേശം 5 മാസമാണ് എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് ഉണ്ടാവുക. അതിലൊരു 4 മാസം നമ്മൾ ബയോളജി പയ്യെ പയ്യെ പഠിക്കാൻ തീരുമാനിക്കുക. അങ്ങനെയാണെങ്കിൽ 32 ചാപ്റ്റേഴ്സ് പഠിച്ചു തീർന്നെങ്കിൽ ആഴ്ചയിൽ 2 ബയോളജി ചാപ്റ്റർ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ആഴ്ചയിലെ 1ഓ 2ഓ ബയോളജി ചാപ്റ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യണം. അങ്ങനെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതൊരിക്കലും നഷ്ടപ്പെടാനും പാടില്ല. അതിനുവേണ്ടി നമ്മൾ ആഴ്ചയിലെ ഒരു നിശ്ചിത സമയം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് റിവൈസ് ചെയ്യാനും ഐസറിന്റെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യാനും സോൾവ് ചെയ്യാനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇങ്ങനെ വീക്ക്ലി ഷെഡ്യൂളുകൾ ഉണ്ടാക്കി 4 മാസം കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുകയാണ് എങ്കിൽ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ 1 മാസം മുന്നേ നമ്മൾ എല്ലാ സിലബസും കവർ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എഫേർട്ട് ഡബിൾ ആയിട്ടൊന്നും എടുക്കുന്നില്ല. ഐസർ എക്സാം ക്ലിയർ ചെയ്യാനുള്ള സാധ്യത മേ ബി ഡബിളിനേക്കാൾ കൂടുതലാവുകയും ചെയ്യുന്നുണ്ട്.
ഇങ്ങനെ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കിയെടുത്ത് കൃത്യമായി പ്ലാൻ ചെയ്ത് ഓൾറെഡി നിങ്ങളുടെ കയ്യിലുള്ള തിയറി വെച്ച് ബയോളജിയും അതിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്ത് അടുത്ത വർഷം ഐസറിലേക്ക് എത്താവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ക്രിസ്പറിന്റെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ട് കൂടെ വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ക്രിസ്പർ ലേണിംഗിന്റെ ഐസർ ടു ജെഇ ആഡ് ഓൺ കോഴ്സ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് വേണ്ട ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ലെവലിലുള്ള ബയോളജി ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആ ക്ലാസ്സുകളുടെ പ്രത്യേകത, ഐസറിന്റെ സിലബസിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യും. പക്ഷെ അനാവശ്യമായിട്ട് ഫോക്കസ് കൊടുക്കേണ്ടാത്ത ഭാഗത്ത് ഫോക്കസ് കൊടുക്കുന്നില്ല. വളരെ ക്രിസ്പ് ആയിട്ടുള്ള എന്നാൽ കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും അവിടെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാവുക. ഓൾറെഡി നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ ഒരു സബ്ജക്റ്റിൽ സ്ട്രോങ് ആണ്. ഇനി അതിൻ്റെ കൂടെ ബയോളജി തിയറിയും കൂടെ ആഡ് ചെയ്യാനാണ് നിങ്ങൾ ഈ കോഴ്സ് ഹെൽപ്പ് ചെയ്യുക. ഞാൻ പറഞ്ഞ ഈ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ ഒരുപാട് കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ബയോളജിയിലെ ഏത് ടോപ്പിക് പഠിക്കണം, ഏത് ഭാഗത്ത് നിന്നാണ് ചോദ്യം കൂടുതലായിട്ട് വരുന്നത്, അതുപോലെ ഏത് ടോപ്പിക് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഈ ഒരു സമയം കൊണ്ട് കൃത്യമായിട്ട് എങ്ങനെ നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കാം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് വളരെ സ്വാഭാവികമാണ്. ഇതുപോലെയുള്ള കൺഫ്യൂഷൻസ് ഒന്നും നിങ്ങൾക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഈ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്ലിയർ ചെയ്ത ഇപ്പൊ ഏതെങ്കിലും ഒരു ഐസറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡന്റിനെ നിങ്ങൾക്ക് പേഴ്സണൽ മെന്റർ ആയിട്ടും കിട്ടും. ആൻഡ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീക്ക്ലി ഷെഡ്യൂൾ അനുസരിച്ചുള്ള എക്സാമുകൾ നടത്തും. അപ്പൊ അതിന് വേണ്ടിയിട്ട് വീക്ക്ലി ഷെഡ്യൂൾ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് നിങ്ങളുടെ കയ്യിലുള്ള തിയറി വെച്ച് കൂടുതൽ ചോദ്യങ്ങൾ സ്വയം പ്രിപ്പയർ ചെയ്ത് പ്രിപ്പയർഡ് ആയിട്ട് എക്സാം എഴുതുക. അതിലുള്ള ബയോളജി നമ്മളുടെ തിയറി ക്ലാസ്സുകളും കണ്ട് മെറ്റീരിയൽസ് വായിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നിങ്ങൾ പഠിച്ച് വീക്ക് ബൈ വീക്ക് ആയിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് നമ്മളുടെ കൂടെ യാത്ര ചെയ്യുക. അങ്ങനെ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ഈ പ്ലാനിന്റെ കൂടെ യാത്ര ചെയ്യുകയാണ് എങ്കിൽ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എക്സാം നടക്കുന്നതിന്റെ ഒരു മാസം മുന്നേ നിങ്ങൾ എല്ലാ സിലബസും കവർ ചെയ്തിട്ടുണ്ടാവും. ഐസറിന്റെ ചോദ്യത്തിന്റെ പാറ്റേൺ നിങ്ങൾക്ക് ആ സമയമാകുമ്പോഴേക്കും കൃത്യമായിട്ട് മനസ്സിലാവും. അങ്ങനെ അവസാനത്തെ ഒരു മാസം 20 ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ അതുപോലെയുള്ള മോക്ക് ടെസ്റ്റുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എങ്ങനെയാണോ നിങ്ങളൊരു ഒറിജിനൽ എക്സാമിന് കമ്പ്യൂട്ടറിൽ നിങ്ങൾ സ്ക്രീൻ കാണുന്നത്, അതുപോലെ നിങ്ങൾക്ക് അതേ ഇന്റർഫേസിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ കാണാനും ഇന്റർഫേസ് എല്ലാം പരിചയപ്പെടാനും സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ കോഴ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി ജെഇക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ ബയോളജിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള തിയറി ക്ലാസ്സുകൾ, നിങ്ങൾക്ക് മാത്രമായിട്ടുള്ള പേഴ്സണൽ മെന്റർഷിപ്പ് ആൻഡ് വീക്ക്ലി ടൈം ടേബിൾ, അതുപോലെ തന്നെ വീക്ക്ലി എക്സാമുകള്, ഇതെല്ലാം കഴിഞ്ഞ് അവസാനം റിയൽ ആയിട്ടുള്ള നമ്മൾ തന്നെ സ്വയം ഡെവലപ്പ് ചെയ്തെടുത്ത മോക്ക് ടെസ്റ്റ് സീരീസ്, ഇത്രയും വാല്യൂ ആണ് നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ കിട്ടുന്നത്. സോ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോഴ്സിന്റെ രജിസ്ട്രേഷൻ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കോഴ്സിനെ കുറിച്ച് ഇനി എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ എങ്കിലോ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. സോ ഈ ഒരു വീഡിയോയുടെ ടേക്ക് അവേ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരിക്കലും നിങ്ങൾ ബയോളജി കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്തുകൊണ്ട് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് പോകരുത്. ഈവൻ നിങ്ങളൊരു കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണെങ്കിൽ പോലും. സോ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ സ്ട്രാറ്റജീസും നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടാക്കിക്കൊണ്ട് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൂടുതൽ ചെയ്തുകൊണ്ട് ഈ വർഷത്തെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്ലിയർ ചെയ്യാം. നിങ്ങളെ എല്ലാവരെയും തന്നെ അടുത്ത വർഷം ഒരു ഐസറിൽ കാണാൻ സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് thanks for watching.